മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ.എം. എബ്രഹാമിന്റെ 12 വർഷത്തെ സ്വത്ത് വിവരങ്ങളാണ് CBI അന്വേഷിക്കുന്നത്. 2023 മുതൽ 15 വർഷം വരെയുള്ള വരുമാനത്തെക്കുറിച്ചാണ് അന്വേഷണം. എബ്രഹാമിനെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്നാണ് കോടതിയിൽ സമർപ്പിച്ച FIR-ൽ പറഞ്ഞിട്ടുള്ളത്. FIR-നൊപ്പം 600 പേജുള്ള റിപ്പോർട്ടും തിരുവനന്തപുരത്തെ CBI കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അഴിമതി നിരോധന വകുപ്പ് 13/2, 13(1)(e) എന്നീ ഗുരുതര വകുപ്പുകൾ പ്രകാരമാണ് കെ.എം. എബ്രഹാമിനെതിരെ കേസെടുത്തിട്ടുള്ളത്. നേരത്തെ വിജിലൻസിന്റെ പരിധിയിൽ ഉൾപ്പെടാത്ത കാര്യവും CBI-യുടെ അന്വേഷണ പരിധിയിലേക്ക് വരുന്നുണ്ട്. മുംബൈയിലുള്ള 1 കോടിയുടെ അപ്പാർട്ട്മെന്റ്, തിരുവനന്തപുരത്തുള്ള 1 കോടിയുടെ അപ്പാർട്ട്മെന്റ്, കൊല്ലം കടപ്പാക്കടയിൽ 8 കോടിയുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നിവയാണ് പ്രധാനമായും അന്വേഷണ പരിധിയിലേക്ക് വരുന്നത്. ഇതിൽ കൊല്ലത്തുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിനെ കുറിച്ച് ഹൈക്കോടതി നേരിട്ട് തന്നെ വിമർശനം ഉന്നയിച്ചിരുന്നു. അതിന്റെ ചിലവിലും വിലയിലുമടക്കം കോടതി സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ മാസം 25-നായിരുന്നു കെ.എം. എബ്രഹാമിനെതിരെ CBI FIR ഇട്ടത്. നേരത്തെ കേസ് അന്വേഷിച്ച വിജിലൻസ് ഇതുവരെ വിവരങ്ങൾ CBIക്ക് കൈമാറാൻ തയ്യാറായിട്ടില്ല. വൈകാതെ തന്നെ പരാതിക്കാരനായ ജോമൻ പുത്തൻപുരയ്ക്കലിന്റെയും ആരോപണ വിധേയനായ കെ.എം. എബ്രഹാമിന്റെയും മൊഴിയെടുക്കുന്ന നടപടികളിലേക്ക് CBI കടക്കുമെന്നാണ് സൂചന. മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.